ഇടുക്കിയിലെ ചില പ്രദേശങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ കരിഞ്ചന്തയിൽ വിൽക്കുന്ന വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഗുണ്ടായിസവും അക്രമവും നടത്തിയാണ് നിയമവിരുദ്ധ ഇടപാടുകൾ പലതും നടക്കുന്നത്. അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ യുവാവിനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത് ഈ മാഫിയ സംഘങ്ങളാണ്. ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിനാണ് അണക്കര വെള്ളാരംകുന്നിലുള്ള കിഴക്കേടത്ത് ഗ്യാസ് ഏജൻസി ജീവനക്കാരായ ജിസ്മോൻ എത്തിയത്. എന്നാൽ കരിഞ്ചന്തയിൽ പാചകവാതക സിലിണ്ടറുകൾ വിൽപ്പന നടത്തുന്ന ആളുകൾ ഇവരെ തടഞ്ഞു. ജിസ്മോനെ തൂണിൽ കെട്ടിയിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഗ്യാസ് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു, ബ്ലാക്കിന് വിൽക്കുന്നവരുണ്ടായിരുന്നു, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ റേറ്റ് കുറച്ച് വിൽക്കുന്നു എന്ന് ചോദിച്ചൊന്ന് പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാണ്. ആദ്യമേ ഒന്ന് അടിച്ചു, അപ്പോഴത്തേന് ഞാൻ താഴെ വീണു. പിന്നെ അവരുടെ ഭായിമാർ വിളിച്ച് ഗുജറാത്ത് സ്റ്റൈൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവിടെ മേളിൽ കൊണ്ട് കെട്ടിയിട്ടു. പിന്നെ അവിടെ താഴെ കൂടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരെ മർദ്ദിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞ് അയച്ചു വിട്ടെ. പോലീസ് എത്തിയാണ് ജിസ്മോനെയും കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരനെയും സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തു. മുഖ്യപ്രതികളായ പാൽപാണ്ടി, പിതാവ് അശോകൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഗ്യാസ് ഏജൻസി ജീവനക്കാർ ചികിത്സയിലാണ്. ന്യൂസ് 18 ഇടുക്കി.